ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. തരംഗമോ തുടർച്ചയോ? കേരളം ആര് ഭരിക്കും? ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിഞ്ഞ് 3 ആഴ്ചയിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമം. 3ാം വട്ടവും അധികാരത്തിലേക്കെന്ന വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ UDFും. ഇത്തവണ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ BJPയും. പ്രവചനങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും ആകാംക്ഷ അവസാനിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങിയത്. 8:30 EVM മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. തപാൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ആദ്യ ഫലസൂചനകൾ UDFിന് അനുകൂലം. 73 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ LDFിന് 60 ഇടങ്ങളിലാണ് മുൻതൂക്കം. BJP 5 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്നീ 5 മണ്ഡലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ഉടുമ്പൻചോല UDF സ്ഥാനാർത്ഥി സേനാപതി വേണുവിന് പോസ്റ്റൽ വോട്ടിൽ 41 വോട്ടിന്റെ ലീഡ്. LDFിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി G. സുധാകരന്റെ രാഷ്ട്രീയ നീക്കത്തോടെ ശ്രദ്ധേയമാണ് ആലപ്പുഴ. ഇത്തവണ ആലപ്പുഴ ആർക്കൊപ്പമെന്നറിയാം. 9 സീറ്റിൽ കഴിഞ്ഞ തവണ 8 LDF നേടിയപ്പോൾ ഹരിപ്പാട് സീറ്റ് UDF ആണ് നേടിയത്. ഇത്തവണയും എല്ലാ സിറ്റിംഗ് MLAമാരും മത്സരരംഗത്തുണ്ട്. വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി R. രവികുമാർ ചേരുന്നു. രവികുമാർ, എന്താണ് ആലപ്പുഴയിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ? ആലപ്പുഴയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആദ്യ സൂചന അനുസരിച്ച് ഹരിപ്പാട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാനും ലീഡ് ചെയ്യുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഫലത്തിന് വ്യത്യാസം വരാനുള്ള സാധ്യതകളാണ് കാണുന്നുണ്ട്. കായംകുളത്തും അമ്പലപ്പുഴയിലും അരൂരിലും ഇപ്പോൾ UDFിന്റെ നേരിയ ലീഡ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. നന്ദി രവികുമാർ. കോഴിക്കോട്, കൊടുവള്ളി, തിരുവമ്പാടി പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. ബാലുശ്ശേരി മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണൽ നടപടികൾ പുരോഗമിക്കുന്നു. കൊല്ലത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങി. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ക്രിസ്തുരാജ് സ്കൂളിലാണ്. കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ കേന്ദ്രവും പരിസരവും. കേരളത്തിന് പുറമെ അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ആരംഭിച്ചു. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെയാണ് ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നത്. പശ്ചിമബംഗാളിലെ 294 മണ്ഡലങ്ങളിൽ 293 വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫോൾട്ട മണ്ഡലത്തിൽ 24 വോട്ടെണ്ണൽ. തൃശൂരിൽ 13-ൽ 12 സീറ്റും കഴിഞ്ഞ തവണ LDFിനായിരുന്നു. ചാലക്കുടി മാത്രമായിരുന്നു UDF നേടിയത്. ഇത്തവണ ഫലസൂചനകൾ എങ്ങനെയാണെന്നറിയാം. വിവരങ്ങളുമായി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ ഇത്തവണയും UDFിനുണ്ടോ? എന്താണ് വിവരങ്ങൾ? തൃശൂരിൽ രാവിലെ സ്ട്രോങ് റൂം തുറന്നതിന് ശേഷം ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. പോസ്റ്റൽ വോട്ടുകളുടെ ഒരു നില പരിശോധിക്കുമ്പോൾ 10 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ 3 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. തൃശൂർ, മണലൂർ, ചാലക്കുടി എന്നീ പ്രധാന മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നതായി നമുക്ക് വിവരം ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അവസാന വിവരം ലഭിക്കുമ്പോൾ ചോദിച്ചതുപോലെ തൃശൂരിലെ ആദ്യ റൗണ്ട് EVM മെഷീനുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അവിടെ രാജൻ ജെ പല്ലൻ 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആദ്യ പോസ്റ്റൽ വോട്ടുകളുടെ ഫലസൂചനകൾ നമുക്ക് നൽകിയത് വീണ്ടും തൃശൂർ ചുവക്കുമോ എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന EVM മെഷീനുകളുടെ ആദ്യ റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ രാജൻ ജെ പല്ലൻ മുന്നിട്ട് നിൽക്കുന്നതായി, അതായത് 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് അവസാനമായി ഇവിടെ നൽകുന്നത്. നന്ദി ഭരിത. പുതുച്ചേരി നിയമസഭാ മണ്ഡലത്തിലെ 6 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷയാണ് കേന്ദ്രഭരണ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 294 സ്ഥാനാർത്ഥികളാണ് ജനവിധി കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 38 ജില്ലകളിലെ 234 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 85.1% ഇവിടെ പോളിംഗ്. കനത്ത സുരക്ഷാ സംവിധാനമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും പുരോഗമിക്കുന്നു. ഗുജറാത്തിലെ ഉംറേഡ്, കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത്, മഹാരാഷ്ട്രയിലെ രാഹുരി, ബാരാമതി, നാഗാലാൻഡിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അസമിൽ 126 മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 60 സീറ്റുകൾ നേടിയിരുന്നു. കോൺഗ്രസിന് 29 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടത്ത് NDAയുടെ V. മുരളീധരൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലീഡ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.